എന്താ നിന്റെ തീരുമാനം? എന്താ നീ കാണിക്കണത്? ഞാൻ പോവാന്ന്. പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നീ എങ്ങാട് പോണെന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്താ ഇപ്പൊ കാര്യം? ഇവിടെ ഈ വീട്ടിലേക്ക് സമാധാനമില്ല, ഒരു സമാധാനമില്ല. ഞാൻ ഇവിടെ ചത്തോ ജീവിച്ചോ നിന്നിവിടെ എന്ത് നോക്കണമെന്നാ പറയണ? നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ? ഞാനിവിടെ നിങ്ങളുടെ എല്ലാവരും വായിക്കാത്ത ചോറ് കൂട്ടി തന്ന് ഞാൻ ഇവിടെ എല്ലാവരും നോക്കണ്ടേ? നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് അന്വേഷിക്കണ്ട. പനിയും പനി പിടിച്ച് കിടന്നപ്പോ ഒരു മച്ച പോലും തിരിഞ്ഞു നോക്കിയാ. എന്നിട്ട് ഈ വീട്ടിലും ഞാനല്ലേ നിന്നെ ലക്ഷ്മി ആസ്പത്രിയിൽ കൊണ്ടുപോയത്. ഞാനിവിടെ കാല് പിടിച്ച് കഴിഞ്ഞു. എനിക്ക് വയ്യ എന്നൊന്നും ആശുപത്രി തൊട്ടിലിട്ട് പുന്നാരിക്കണോ നിന്നെ? എന്തിന്റെ കുറവാണ് ഇവിടെ? എനിക്ക് നിങ്ങളുടെ കച്ചറ വർത്താനം കേൾക്കുന്നില്ല. ഞാൻ പറയാ നീ എന്ത് മര്യാദക്ക് മോനാക്കിക്കോളോട്ട്. ഞാൻ നിങ്ങളെ ബാക്കിയുള്ള കോടതി ആ കോടതിന്റെ അച്ഛന്റെ അല്ല കോടതി അന്നൊന്നും വെറുതെയിരിക്കുന്നു. വർത്താനം പറയാതെ പോടി നീ. അച്ഛനെ പറഞ്ഞോണ്ട് ഈ ചൂണ്ടി വർത്താനം പറയാതെ പോടി നീ. ആ പിന്നെ നീ എനിക്ക് അങ്ങനെ അന്നൊന്നും ഉണ്ടാതിരിക്കുന്നു. അവിടെ പോകട്ടെ, പോയിട്ട് വന്നോളൂ. ഇതൊക്കെ കോട്ടയമ്മനാണ്. അവളോടൊന്നും സംസാരിക്കേണ്ട, അതൊക്കെ വള്ളി പൊട്ടിയ കേസാണ്. അന്നുള്ള ചായത്തെ അവള് പോട്ടെ. ചായ ഒന്നുമില്ല, ഗ്യാസ് തീർന്നേക്കണല്ലേ. ഗ്യാസ് തീർന്നേക്കണല്ലേ. തീർന്നത് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തൂടെ? വിളിച്ച് ബുക്ക് ചെയ്യാത്ത ഇല്ല പ്യാരി എന്നിവിടെ നടന്നത് എന്താണ് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. രാവിലെ അവള് വീട്ടിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഒരേ ബഹളം. രാവിലെ പല്ലി വെച്ച് ഒരു കുട്ടി പുട്ട് തിന്നണാണ്ട് ഇവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇടക്കിടക്ക് ഇങ്ങനെയാണ് അവരോട് സ്വസ്ഥതയില്ല. ഇതെന്തെന്ന് നിന്റെ കൈക്ക് കാര്യം പറയാത്തല്ലേ. ഇന്നലെ രാത്രി ബൈക്കിൽ വരുന്ന സമയത്തെ ആ റോട്ടിൽ നിന്ന് പട്ടി കുറുകച്ചായി. രാഘട്ട് ഒരു സമാധാനം ഇല്ല ഇവിടെ. ഈ പ്രായത്തില് ഞാൻ ഇങ്ങനെ നിക്കണം ഇവിടെ ടെൻഷൻ അടിച്ചിട്ട്. സത്യം പറയല്ലേ രാഘവേട്ട, ആശിച്ച് മോഹിച്ചത് ഈ വീട് ഉണ്ടാക്കി വെച്ച് എന്നിട്ട് അതിൽ കയറിയിട്ട് ഒരു സമാധാനവും കിട്ടണില്ല ഇവിടെ, ഒരു സമാധാനം. ഇവിടുത്തെ കക്കൂസ് എവിടെയാ? തൂറാൻ കൂട്ടിട്ട് വന്ന അല്ല, കക്കൂസ് എവിടെയാ നിർമ്മിച്ചേ? അതകത്താണ്, 3 കന്നിമൂലക്കാ? അതൊന്നും അറിയാൻ പാടില്ല. ഇത് വാസ്തു ഒന്നും നോക്കിയില്ല നിങ്ങള് വീട് കെട്ടുമ്പോ? വാസ്തു നോക്കിച്ചിട്ട് തന്നെ വെച്ചാ വലിയൊരു പണിക്കരെ കൊണ്ടെന്ന് കാണിച്ചാണ്. അങ്ങനെ ഏതെങ്കിലും ഉപ്പേനെ കൊണ്ട് കാണിച്ചിട്ട് പറ്റൂലെന്ന്. ശരിക്കും വാസ്തു വിദഗ്ധനെ കൊണ്ട് കാണിക്കണം. അപ്പൊ ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ നമുക്ക് ഒന്നുകൂടി കാണിച്ചാലാ? എന്തിനാണ് ഇവിടെ പിന്നെ എന്ന് ഈ ബഹളം വെച്ച് ഇവിടെ കുഴപ്പം വന്നോണ്ടിരിക്കൂലേ എന്ന് ഈ പറയുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ രാഘവേട്ടാ? ആ, ഒരാളുണ്ട്. അദ്ദേഹത്തിന് വലിയ തിരക്കാണ്. സുഗതൻ എന്ന പേര്. രാവിലെ തുടങ്ങും ആളുകള് ക്യൂ നിൽക്കും. അല്ല, അയാൾ അത്ര പ്രശസ്തനാന്ന്. അല്ല, ഇപ്പൊ നമുക്കൊന്ന് കാണണമെങ്കിൽ എന്താ ഉണ്ട്? നമുക്ക് കാണണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യാം. അയാള് കർണാടകത്തില് തമിഴ്നാട്ടില് എല്ലാം പോകുന്ന ആളാണ്. ഞാൻ നോക്കിട്ട് പറയാം. എത്ര തിരക്കാണെങ്കിലും 4 ക്ലോസറ്റ് നോക്കണോന്ന് പറയണം. അല്ല, ഇനി അതിനൊരു കുഴപ്പം ഉണ്ടാകണ്ട. ഏത് ഇല്ല. ഈ വടക്കോട്ട് നമ്മൾ ഇറങ്ങുന്ന ഡോർ അപ്പുറത്തില്ലേ? അത് ആ സൈഡിലാണ്. ആ സൈഡ് അപ്പുറത്താണ്. ഇത് ഇങ്ങനെ ഇവിടുന്ന് വരുന്നത് ഒരു ബെഡ്റൂമാണോ? ഇത് ബെഡ്റൂം. ബെഡ്റൂം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂടെയാ വിറകൊക്കെ വെക്കാനുള്ള സ്ഥലമാണത്. ഇങ്ങനെ ഒരു ഷെഡ് നമ്മൾ കെട്ടുമ്പോ അത് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുണ്ടല്ലോ ഒരു 5 അടിയെങ്കിലും അകലം വേണം, അല്ലെങ്കിൽ അത് ദോഷാണ്. 5 അടി കുറവാ. അത് 3 അടിയുള്ളൂ. അപ്പൊ അതൊരു 2 അടി ഇങ്ങോട്ട് പൊളിച്ചു നിൽക്കണം കേട്ടോ. 5 അടി നീക്കിയിട്ട് ഷെഡ് കെട്ടണമെന്ന് പറയാം. എഴുതിക്കോ കേട്ടോ. പൊളിക്കണം, വേറെ പണിയണമെന്ന് പറയുന്നത്. ഇതൊക്കെ പ്ലാവാ? അല്ല, ഇത് പ്ലാവാ. മരങ്ങളൊക്കെ പ്ലാവാണ് അല്ലേ? എല്ലാം പ്ലാവാണ്. അത് പ്ലാവ്. മരങ്ങളൊക്കെ പ്ലാവാണ്. അല്ല, ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്? ഇപ്പൊ അവിടുന്ന് മഴവെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിട്ടേ. വടക്ക് വശത്ത് മുറ്റം എപ്പോഴും ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ഇടാൻ പാടില്ല.
കേട്ടോ. ഇത് ഇവിടുന്ന് തൊട്ട് അതുവരെ തൂർക്കണത്, എന്താ കോൺക്രീറ്റ് ചെയ്ത് തൂർക്കണം. ഒറ്റ സ്റ്റെപ്പ് ആക്കണം. ഇതിങ്ങനെ 3 തട്ടായ ദോഷമാണ് കേട്ടോ. എന്തെങ്കിലും പറ്റിയോ? ആ ദോഷമാണ് അത് കേട്ടോ. ഇത് അടുക്കളയല്ലേ? ഇതെടുക്കാം. അടുക്കളയുടെ ഡോറ് വടക്ക് വശത്തേക്ക് കുഴപ്പമില്ല. ഇത് പ്ലാവാ? പ്ലാവാണ്. അതും ഇത് കട്ടിലൊക്കെ പ്ലാവാണല്ലേ? എല്ലാം പ്ലാവാണ്. അയ്യോ ഇത് ടൈലാണ്. ടൈലാ. ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഇത് 1 2 3 വാട്സാപ്പിൽ നോക്കിയാൽ നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോ ഇത് വരവ്, ഇത് ചെലവ്, ഇത് വരവ്. ഈ വരവില് നമ്മൾ വീടിന്റെ അകത്തേക്ക് കയറണം. ഇത് പാല് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി വെക്കുമ്പോ ചെലവായി. അപ്പൊ ഒരു സ്റ്റെപ്പ് കളയണം കേട്ടോ. ചെലവ് കൂടും. അടുക്കളയിൽ ചെലവ് കൂടും. എന്ത് മേടിച്ചാലും നമുക്ക് തരില്ല. അപ്പൊ അതുകൊണ്ട് അത് മാറ്റണം കേട്ടോ. 2 സ്റ്റെപ്പ് ആക്കണേ. കഞ്ഞിമൂല ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ചേട്ടാ ഇതൊക്കെ ലെവലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് അടിച്ച മണ്ണാണോ? ഇല്ല, പഴയ വീട് പൊളിച്ചിട്ട് ആ തറയിലുണ്ടായ മണ്ണ. ആ ശ്മശാനം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് വന്നിട്ടുണ്ടോന്നൊന്ന് പരിശോധിക്കണം. ഇല്ല, ശ്മശാനം പച്ചാളത്തല്ലേ? അതല്ല നമ്മുടെ തറവാട്ടിൽ തന്നെ തെക്ക് വശത്ത് മറവ് ചെയ്തവരുടെ മണ്ണ് മാന്തിയിട്ട് നമ്മൾ ഈ മുറ്റം നികത്തിയെങ്കിൽ ദോഷം കാണും. നമുക്ക് നോക്കാം അല്ലെ, എന്ത് ദോഷം നമുക്ക് പരിഹരിക്കാലോ. അപ്പൊ അവര് എടുത്തു വെക്കണമായിരുന്നു, സംസ്കരിക്കാതെ എടുത്തു വെക്കണമായിരുന്നു. ദോഷമില്ല. എന്തൊക്കെ അവൻ പറയുന്നത്? അവന് ബുദ്ധിയില്ലാഞ്ഞിട്ട്. ആ ബുദ്ധിയില്ലായ്മയാണ് ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവണത്. പിന്നെ മണ്ടുവമ്മേ, മൊത്തത്തില് ദോഷങ്ങളാണ് കാണുന്നത്. ദോഷമുണ്ട്. ഇത് എന്റെ മോന്റെ കൈ കണ്ടില്ല. അല്ലാതെ ഇവന്റെ ജീവിതം ഇപ്പൊ എന്താണെന്ന് ഓർത്തോണ്ടായിരിക്കണത്. ദോഷങ്ങൾ ഉണ്ടാവും. ഒരു വീട് പണിയുമ്പോ വാസ്തു നോക്കിയിട്ട് വേണം പണിയാൻ. അല്ല, വാസ്തു നോക്കിയിട്ട് തന്നെ പണിത്. കുഞ്ഞപ്പൻ മേസ്ത്രിയാണ് ഇതിന്റെ വാസ്തു നോക്കിയത്. കുഞ്ഞപ്പനൊക്കെ എന്താ അറിയാ? ആള് വേണ്ടത് എത്ര വീടാശം പൊളിച്ചിരിക്കുന്നു. ഇതും പൊളിക്കേണ്ടി ചില തടസ്സങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കട്ടിലൊക്കെ ഏത് മരം കൊണ്ടാ പണിതേക്കണ്? അത് പ്ലാവാണ്. ആരാ പറഞ്ഞു ഈ പ്ലാവ് കൊണ്ടുള്ള കട്ടിലൊക്കെ വെക്കാൻ? അത് കോൺട്രാക്ടർ മൊയ്ത് പറഞ്ഞ് പ്ലാവ് നല്ല മരമാണ്, കട്ടിലേഞ്ചലിലൊക്കെ പ്ലാവ് തന്നെ വേണമെന്ന് പറഞ്ഞു. ഈ കോൺട്രാക്ടർമാരൊക്കെ കാശ് ലാഭിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പലതും പറയും. ഒരിക്കലും കട്ടിലകൾ പ്ലാവ് കൊണ്ട് പറ്റില്ല. പ്ലാവ് ദേവന്റെ വൃക്ഷാണ്. ദേവന്റെ അല്ല, ഇത് അച്ഛന്റെ പറമ്പിൽ തന്നെ എന്ന് വെച്ചാൽ പ്ലാവാണ് നമ്മൾ വെട്ടി അർപ്പിച്ച് കട്ടില പണിത്. അതല്ല പറഞ്ഞത്, ദേവവൃക്ഷാണെന്ന്. ദേവന്മാരുടെ വൃക്ഷം. ആ കട്ടില ഒരിക്കലും മുൻവശത്ത് വെക്കാൻ പാടില്ല. അതെ. ഈ കുടുംബത്തിലുള്ള സ്ത്രീകള് മാസമുറ സമയത്ത് ഈ പ്ലാവിന്റെ കട്ടിളപ്പടി താണ്ടി കിടക്കുന്നത് ദേവന്മാർക്ക് ഇഷ്ടപ്പെടിക്കില്ല. അതങ്ങനെ. അപ്പൊ അതൊരു ദോഷാണതേ. ദേവന്മാരെ ആ ഡേറ്റ് നോക്കി നമ്മുടെ കട്ടിലപ്പടിയുടെ അടിയിൽ വന്നിരിക്കല്ലേ. അതുകൊണ്ടാണ് ചില അനർത്ഥങ്ങൾ ഉണ്ടാവണത്. ഇപ്പൊ ഇയാളുടെ ഭാര്യ ഇവിടുന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞില്ലേ? ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവും. അതാണ്. പിന്നെ ഒരു സംഭവം ഞാൻ നോക്കിയത്, സ്റ്റെപ്പ്, വീടിനകത്തേക്ക് കയറുന്ന സ്റ്റെപ്പ്, അതവിടെ 3 എണ്ണാണ്. 3 സ്റ്റെപ്പ് പാടില്ല. 3 സ്റ്റെപ്പ് ആവുമ്പോ നമ്മള് വരവ്, ചെലവ്, വരവ്, പിന്നെ അകത്തേക്ക് എടുത്തു വെക്കുന്നത് ചെലവാ. അപ്പൊ എപ്പോഴും ചെലവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പടിയൊന്നും ഇല്ലാത്ത ഷെഡുകളിൽ ചെലവേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നേരെ വരവല്ലേ. വല്ലാത്ത വരവാ വന്നേ. ഇതാണോ, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്ന വരവാ. ഇതാവും വെള്ളമടിച്ച് വണ്ടി ഓടിച്ചിട്ടാണ്. പിന്നെ കക്കൂസ്. കക്കൂസ് സ്ഥാനത്ത് കെട്ടിയോണ്ട് മാത്രമില്ല, ഈ ക്ലോസറ്റ് വെക്കണതിന് ഒരു രീതി. ഇതെന്തിനാ പടിഞ്ഞാട്ട് തിരിച്ചു വെച്ചേക്കണത്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്ലംബർ അതിന്റെ സൗകര്യം കൈയും കാലും വിട്ടാതെ. അങ്ങനെയല്ല, സൂര്യഭഗവാനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. സൂര്യനെ മുഖം തിരിഞ്ഞിരുന്ന് വേണം കാര്യങ്ങൾ സാധിക്കാൻ. അപ്പൊ കിഴക്കോട്ടായിരിക്കണം. അതിനിപ്പോ ക്ലോസറ്റ് മാറ്റണ്ടല്ലോ, നമ്മ ഒന്ന് പുറം തിരിഞ്ഞിരുന്നാ പോരെ, തിരിഞ്ഞിട്ട്. അതെന്താ പറഞ്ഞാ മതി, ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനർത്ഥങ്ങളൊക്കെ മാറും. അപ്പൊ അതൊക്കെ ചെയ്യാം. അപ്പോ വണ്ടിയുടെ വാടകയും ദക്ഷിണ എന്താ വെച്ചാ കൊടുക്കാം. പിന്നെ പ്രതിവിധി ഞാൻ പറഞ്ഞുതരാം. ഇയാള് ഒഴിവുപോലെ എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരിക. പ്രതിവിധി ഇല്ലാത്ത കാര്യങ്ങളില്ല, ഒക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യുമ്പോ ഇപ്പൊ നോക്കി ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ എന്നാ അത് നടക്കട്ടെ, മേടിച്ചിട്ട് വന്നോളൂ. നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരാൻ പോണില്ല. പുള്ളിയുടെ മാലയുടെ കനം കൂടുന്നേ ഉള്ളൂ. പുള്ളിയുടെ മാലയുടെ കനം കൂടുന്നു, നമുക്ക് പ്രശ്നം പരിഹരിക്കപ്പെടൂലെന്ന്. നിനക്ക് ഇത്രയും കേട്ടിട്ട് നിന്റെ മനസ്സ് മാറിയില്ലേ? അപ്പൊ കുഞ്ഞപ്പ എനിക്ക് നോക്കിയിട്ട് പ്രശ്നം ഒരിക്കലും തീരാൻ പോളടാ. കുഞ്ഞപ്പല്ല വണ്ടിക്കാശ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ കൊടുത്തോ. എന്റെ അടുത്തില്ലേ? നിന്റെ അടുത്ത് കൊടുത്തില്ല. നീ ഞാൻ കൊടുത്തോളാം. ഈ 2 എണ്ണത്തിനെയും കൊണ്ട്. ആ മൂപ്പറിനെ വിളിച്ചിനി. അതെ, അത് 80 ഉറുപ്പിക്ക് എനിക്ക് ചെയ്യാൻ പറ്റൂല. ആ മൂപ്പര് പൊടി പറത്തല്ലേ, മൂപ്പര് പറയേണ്ടത് 60 ഉറുപ്പിക്ക് ആരോ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ചെയ്തോട്ടെ.
അതെ മൊയ്തു കോൺട്രാക്ടർ അങ്ങനെ പൈസ കുറച്ച് ചെയ്യൂലെന്ന് പറഞ്ഞേക്കിങ്ങള് അങ്ങനെ പറഞ്ഞാൽ മതി. അതാ പറയുന്ന എന്നോടല്ലേ ഈ പൊടി പറത്തേണ്ടത് ഞാൻ പറയില്ല എന്നോട്. ഇതിന്റെ കീഴിൽ നിൽക്കുന്നതിന് അങ്ങോട്ട് മാറി മതി മോനെ നിർത്ത് എന്നെ കാണുമ്പോ നിങ്ങൾക്ക് വല്ലാത്തൊരു പണിയെടുക്കല. അത് വേണ്ട. അവിടെ പുറകെ പോയിട്ട് ആ ഭീമിന് പണിയെടുക്കലുണ്ടോ? എന്താക്കിയാ ജീൻ ചെല്ലു കൂടെ എന്റെ മൊയ്തൊക്കെ ചെല്ലു ആ ഭീമിന് പണിയെടുത്താൽ മതി. എന്താ കുത്തിരിക്കണേ? ഇത് ചൂടല്ലേ, ചൂടത്ത് പറ്റണ്ടേ? എന്താ അപ്പൊ ഓർക്ക് ചൂടില്ല, എനിക്ക് മാത്രമേ ചൂടുള്ളൂ. നമ്മൾ മാത്രമേ ഇവിടെ ഈ ചൂടത്തെല്ലാം വന്ന് പണിയെടുക്കുന്നുള്ളൂ. ഒറ്റ മിനിറ്റ് ചെല്ല്, അവിടെ പോയി ആ പണി നോക്കി ചെല്ല്. ഓരോ കൂടെ ചെല്ല്. കൂലി കൂട്ടി തരണം കേട്ടോ. ആ കൂലി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട സ്വരൂപം കേട്ടോ. ഇതൊക്കെ ഒരു ദിവസം മേടിക്കണം കൂലി ഉണ്ടല്ലോ. 2 ദിവസം കൊടുത്താൽ അന്യ സംസ്ഥാന തൊഴിലാളി ഒന്ന് സുഖമായിട്ട് പണിയെടുത്ത് പോകും. പണിയിലാണ്ടാവുമല്ലോ. എന്തുകൊണ്ട് എന്താ എന്റെ വിഷയം? അന്ധവിശ്വാസം കൊണ്ട് നമ്മുടെ നാട് കത്തിയായിരുന്നു. കത്ത് എവിടെ? നിങ്ങൾ പത്രമൊന്നും വായിക്കല്ലേ? പത്രം എന്താ പറഞ്ഞുകൊണ്ട് മൊബൈൽ നോക്കാൻ സമയം കിട്ടില്ല ഇവിടെ. പിന്നെ പത്രോ? അതെ, അതൊക്കെയാണ് നിങ്ങൾ വിഷയം. നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതിനെ പടപുറത്തണം നമ്മള്. അന്ധവിശ്വാസത്തിന്റെ ആണോ? അപ്പോൾ നമ്മളൊരു സിമ്പോസിയം സംഘടിപ്പിച്ചിട്ടുണ്ട്. എവിടെ? ആ കവരിയില് കുടുംബകലവും അന്ധവിശ്വാസവും ഒരു സിമ്പോസിയം. അപ്പൊ അതിന് ഞാൻ എന്തെങ്കിലും സംഭാവന തരേണ്ടി വരും? ₹1 തരാൻ പാടില്ല, അത് നമ്മ വാങ്ങൂല. പിന്നെന്താ വേണ്ടേ? അതിന്റെ ഒരു സ്റ്റേജ് നിങ്ങളെ സ്പോൺസർ ചെയ്യണം. അതിപ്പോ വെറുതെ അവിടെ ഉണ്ടാവില്ലല്ലോ സ്റ്റേജ്. ഞാൻ കൈ മുടക്കണ്ടേ സ്റ്റേജ് ഉണ്ടാക്കണേ? അപ്പൊ പലകയൊക്കെ അടിച്ചിട്ട് ഒരു സ്റ്റേജ്. അതെ നല്ല ആയിക്കോട്ടെ. 2 ഭാഗത്തും 2 ക്യാബിനൊക്കെ വെച്ചിട്ട് ഒരു മൈക്കോ. നല്ല ക്യാബിന് മൈക്കോ. എത്ര ആളുണ്ടാവും പരിപാടിക്ക്? ഏകദേശം ഒരു 600 ആളും. 600 ആക്കും ഓരോ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി കൊടുക്കും. അയ്യോ എന്നാ പറയട്ടെ, വിളിച്ചോരട്ടെ. മുന്നാടെ നിൽക്കുന്നേ. അനക്ക് എന്തിന്റെ കേടണ്ടേ? ഈ അന്ധവിശ്വാസം അനാചാരം എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ ഉളുപ്പില്ല എനിക്ക് ഈ പ്രായത്തില്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ പടപുറത്തണം. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചത്. എന്തേ ഞാൻ ഇവിടെ സൈറ്റില്. അയ്യോ അല്ല എങ്ങനെ വീടൊക്കെ ഉഷാറല്ലേ? വീടൊക്കെ ഉഷാറാണ്. പിന്നെന്താ വിഷയമാണ്. എന്തേ? നമ്മള് പുതിയ വീട്ടിലോട്ട് താമസിച്ച പിന്നെ ആകെ അനർത്ഥങ്ങളാണ്. വീട്ടിലോ? ഒരു ദിവസം സമാധാനത്തോടൊന്നും കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ വൈഫ് വേണമെങ്കിൽ അവളുടെ വീട്ടിലോട്ട് പോയല്ല. പിന്നെ അനിയൻ സ്കൂട്ടറിൽ നിന്ന് ആക്സിഡന്റ് ആയി. പിന്നെ അമ്മക്കും പല പ്രശ്നങ്ങളും. ഒരു സമാധാനമല്ല. ഇപ്പൊ ഈ വീടിന്റെ എന്തോ പ്രശ്നം എന്നാ പറയണം. അയ്യ വീടിന്റെ പ്രശ്നമൊന്നുമില്ല. വീടൊക്കെ ഞാനേ നാട്ടിലൊരു 10-60 വീട് ഞാൻ പണിതുണ്ട്. നിങ്ങളെ വീട് പോലെ ഒരു വീട്, ഇത്രയും ആത്മസംതൃപ്തിയിട്ടൊരു വീട് നിങ്ങളെ വീടാ. അത് കണ്ടിട്ട് എത്ര ആൾക്കാർ എന്നോട് ചോദിക്കണേ അതുപോലത്തെ വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട്. അല്ല വീട് പണിതയില് കുഴപ്പമൊന്നുമില്ല, നമുക്ക് തൃപ്തി. പക്ഷെ കിടക്കാൻ പറ്റണില്ല. അപ്പൊ നമ്മുടെ സുഗതപ്പണിക്കരില്ലേ, പുള്ളി വന്ന് നോക്കിയിട്ട് കട്ടിലപ്പടി പൊളിക്കണം, ബാത്റൂം മാറ്റി വെക്കണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവും. ആ സുഗതൻ വാസ്തുവിനെ പറ്റിയിട്ട് ഒരു അക്ഷരങ്ങളും ഉണ്ടണ്ട. മഹാ ഉഡായിപ്പോ ഈ നാട്ടിന്ന് പറഞ്ഞേക്കണം. അതന്നെ ഞാൻ പറഞ്ഞത്. ഉണ്ണി അമ്മക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ ആ കട്ടിലേക്ക് ഒന്ന് മാറ്റി. അതുപോലെ പ്ലാവിന്റെ കട്ടില വെക്കാൻ പാടില്ല. പ്യാരി അനക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. അമ്മേനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി പറഞ്ഞെന്ന്. പക്ഷെ ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അതിന് കഴിഞ്ഞ ദിവസം പിലോപ്പി മേടിച്ച് അത് കറി വെച്ച് കഴിച്ചപ്പോ മണ്ണിന്റെ ചൊവ്വ. അത് ഈ കട്ടിലപ്പടിയുടെ അടുക്കളയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരേ. എന്താണ് എടോ പിലോപ്പി എന്ന് പറഞ്ഞാല് ഈ പുയലുണ്ടാവണം മീനല്ല. അതിന് മണ്ണിന്റെ മണല്ലാണ്ട പിന്നെ വേറെന്ത് മണമുണ്ടാവുക? ഇതാണ് ഞാൻ പറഞ്ഞ അന്ധവിശ്വാസം. ആ സ്റ്റേജ് സ്പോൺസർ ചെയ്യുവോ? നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. ഈ മിണ്ടാടക്കൊണ്ടേ ഇവിടെ കാര്യം സംസാരിക്കുന്നില്ല. ഈ എടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീട്ടിന്റെ ഉള്ളിൽ എപ്പാണ് ഈ ക്ലോസറ്റും കക്കൂസെല്ലാം വന്നിനി? എടോ ഇപ്പൊ അടുത്ത കാലത്തല്ലേ ഈ അന്ധവിശ്വാസം. എന്റെ അച്ഛൻ പുറത്താന്ന് ഇപ്പം തൂറാൻ ഇരിക്കല്. അറിയോ ഓർക്ക് കാറ്റ് കൊള്ളണം. നമ്മളെ ഈ ഗൾഫിൽ പോയി ഇത്രയും കാലം പണിയെടുത്തൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാനും അമ്മക്കും കുടുംബത്തിനൊക്കെ സൗകര്യമായിട്ട് താമസിക്കാനും അല്ലേ ഈ പണം മുടക്കി ഇത് ഉണ്ടാക്കിയത്. അവിടെ കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ആ സുഗതനെ കൊണ്ട് വിട്ടേക്ക്. ആ വാസ്തുവിന്റെ മൂപ്പര കാര്യം വിശ്വസിക്കണ്ട. എനിക്ക് സത്യശീൽ എന്നറിയോ? ഇല്ല. സത്യശീൽ എന്നുള്ള വാസ്തുവിന്റെ ഒരാളുണ്ട്. ഈ സത്യശീലിനെ യൂട്യൂബിൽ തപ്പിയാ കിട്ടും. ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തും. മൂപ്പര് വന്നിങ്ങനെ മൂപ്പര് പൂജ്യം പരിപാടി ഒന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ സുഗതം മേസരി വന്നിട്ട് ഇതൊക്കെ പൊളിച്ചിട്ട് കട്ടിലപ്പടിയൊക്കെ മാറ്റണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഗൾഫിൽ കിടന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീട് ഉണ്ടാക്കിയത്. ഇപ്പൊ അത് ഇപ്പൊ തന്നെ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞു. എല്ലാരും കൂടി വന്നിപ്പോ വീട് മൊത്തം പൊളിക്കും. നീ എന്തെങ്കിലും വേണ്ടതാണെങ്കിൽ നമുക്ക് ചെയ്യണേല് കുഴപ്പമില്ല. പുള്ളി പറഞ്ഞ എല്ലാം പൊളിക്കണം, പടി പൊളിക്കണം, കട്ടിലപ്പടി മാറ്റണമെന്നൊക്കെ പറയണം. നമുക്ക് അകത്തിൽ സംസാരിക്കാം.
അപ്പോ പുതിയ വീട് വെച്ച് പാല് കാച്ച് കഴിഞ്ഞതുപോലെ തുടങ്ങിയതാണ് പ്രശ്നങ്ങള്. അതെ, ഇതിലോട്ട് കയറി താമസിച്ച് പിന്നെ മുഴുവൻ അനർത്ഥങ്ങളാണ്. എന്റെ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി. അപ്പൊ അവൻ വണ്ടിയിൽ നിന്ന് വീണു. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നതാണ്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് പട്ടി കുറുകെ ചാടി കൈവിട്ടി. ഇപ്പൊ ഈ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതേന്നെ, ഇവിടെ എന്താണ് ആ ടാങ്കിൽ വെള്ളം തീരുമ്പോ കറക്റ്റ് കറണ്ട് പോകും. പിന്നെ ഗ്യാസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കൂല, എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോ ഗ്യാസ് തീർന്നു പോകും. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ. 1-2 പേരെ നോക്കിച്ച്. അപ്പൊ എല്ലാവരും അങ്ങനെയാണ് പറയണം. അപ്പൊ ഞാൻ ഒരു ഓപ്ഷനും കൂടി. ചെറിയ കുഴപ്പങ്ങളല്ല, കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ തന്നെയാണ്. അല്ല, അപ്പൊ ഈ വാട്ടർ ടാങ്ക് മാറ്റല്, ക്ലോസറ്റ് മാറ്റല്, പിന്നെ ആ പടി ഇടിക്കല്, അതൊക്കെ ചെയ്താ പോരെ അല്ലേ? മാറൂലേ? പോരാ. എന്താണ് നമ്മളിപ്പോ ഒരു പരിഹാരം, എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും? ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും JCB ഉള്ളതായിട്ട് അറിയോ? ചെറുത് പോരാ, വലുത് വേണം. നമ്മുടെ പരിസരത്തില്ല. വൈറ്റിലൊക്കെ ബന്ധപ്പെട്ട വാടക കിട്ടും. അപ്പൊ വലുത് നോക്കിയിട്ട് 2 വിളിക്കാം. എന്നിട്ട് കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് പൊളിച്ചങ്ങട്ട് നിരപ്പാക്കുക. അതല്ലാതെ വേറെ വഴികളൊന്നും ഇപ്പൊ ഞാൻ കാണും. ഞാനൊരു 18 വയസ്സിൽ ഗൾഫിൽ പോയി കിടന്ന് അധ്വാനിക്കുകയാണ്. അവിടെ കിടന്ന് കഷ്ടപ്പെട്ട പൈസയും ഇപ്പൊ ലോൺ എടുത്തതും ഒക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയത്. അപ്പൊ ഇടിച്ചു പൊളിച്ച് കളയാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾ എവിടെ പോയി കിടക്കും? കിടക്കാനൊക്കെ സ്ഥലമുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ട് പോയി കിടക്കാം, ഇല്ലെങ്കിൽ വല്ല കടകളുടെയും തിണ്ണയിൽ പോയിട്ട് കിടക്കാം, ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കിടക്കാം, റോഡ് സൈഡിൽ കിടക്കാം, എവിടെയും കിടക്കാം. അവിടെ ഒന്നും ആരും കന്നിമൂലം അന്വേഷിച്ചു വരില്ല. കട്ടിലും ജനലും മാറ്റണ്ട, കക്കൂസിന്റെ സ്ഥാനം നോക്കണ്ട, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാലോ. മനസ്സിലായില്ല. നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ, ഒരു കോമൺ സെൻസ് വേണ്ടേ? ഇപ്പൊ വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഈ വാസ്തുവിന്റെ കുഴപ്പം കൊണ്ടാ, അല്ലെങ്കിൽ കട്ടലയുടെയും ജനലുടെയും കുഴപ്പം കൊണ്ടാ ആണോ? പട്ടി കുറുകെ ചേർന്നാല് വാട്ടർ ടാങ്ക് എന്ത് കഴിച്ചു? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പോ നിങ്ങളുടെ ഈ വീടിനകത്ത് നന്നായിട്ട് കാറ്റും വെളിച്ചം കിട്ടുന്നില്ലേ? ഇല്ലേ? കിണറില്ലേ? കിണറില് നല്ലോണം വെള്ളമില്ലേ? ഈ വീടിന്റെ ലോണൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ലേ? അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? അതിപ്പോ നോക്കണ്ട, കിട്ടിയാ കിട്ടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതി ഒരു വീട്ടിനകത്ത് മനസമാധാനത്തോടു കൂടി കഴിയാൻ. അല്ല, അപ്പൊ പരിഹാരമൊന്നും ചെയ്യണ്ടേ? ഉണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്. അപ്പൊ 3 പേര് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഗ്യാസ് കുറ്റി എത്ര ദിവസം പോവും? 1 മാസമൊക്കെ നിൽക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ 25 ദിവസമൊക്കെ കഴിയുമ്പോ പുതിയതിന് ബുക്ക് ചെയ്യാം. അപ്പൊ പുതിയത് കൊണ്ടിറക്കും. അപ്പൊ പഴയത് കഴിയുമ്പോ പുതിയതാണ് കയറ്റി വെച്ചാൽ മതി. ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തീരില്ലതേ കേട്ടാ. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ താൻ ഈ ബൈക്കിന്റെ മുകളിൽ പോകുന്ന പരിപാടി ഒന്ന് സ്പീഡ് കുറയ്ക്കുക. സ്പീഡ് കുറച്ചാൽ നല്ലതാണ്. അപ്പൊ ഒന്ന് പതുക്കെ പോവാ. അതുപോലെ ലോണ് കൃത്യമായിട്ട് അടയ്ക്കണം. പിന്നെ ഇലക്ട്രിസിറ്റി അത് വളരെ കർശനമാണ്. അതിന്റെ ബില്ല് അടച്ചോളണം. കാരണം ചൂട് കാലാണ്. എങ്ങാനും അവര് വന്ന് ഫ്യൂസ് ഊരി പോയി കഴിഞ്ഞാൽ പിന്നെ ചുട്ടിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് അതും ചെയ്യാം. അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഇതൊക്കെയുള്ളൂ പരിഹാര മാർഗമായിട്ട് പറഞ്ഞുതരാം എന്റെ കയ്യിൽ. അപ്പൊ മറ്റേ കട്ടിലപ്പൊടി പൊളിക്കാൻ ബഹളമൊന്നും വേണ്ട? ഒന്നും വേണ്ട. അപ്പൊ ഭാര്യ പിണങ്ങിപ്പോയത് പ്ലാവിന്റെ കട്ടിലപ്പൊടി കവച്ചു വെച്ചിട്ടാന്നാണ്? അതിപ്പോ അതങ്ങനെ പറഞ്ഞടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആദ്യം കയ്യിലിരിപ്പ് നന്നാവണം. അതാണ് ഭാര്യയുടെ മാത്രല്ല, എല്ലാവരുടെയും. ആ വാക്കൊക്കെ കേട്ടിട്ട് ഇത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞാന്. പിന്നല്ലേ അതിനുണ്ട് വലിയ സമാധാനം ഇതൊന്നും അല്ലേ? ചായ. ഓ, ചായക്കാവാം. ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാ പ്രശ്നം കഴിഞ്ഞല്ലോ. ഒരു ആശ്വാസമായത്. പിന്നെന്താ, നേരത്തെയാണ് പഞ്ചസാര ഉണ്ടാവില്ല ചായ എടുക്കാൻ നേരത്തെ. അതൊക്കെയാണ് പ്രശ്നം. ആ സമയത്ത് മേടിച്ചു കൊടുക്കാഞ്ഞിട്ടാന്ന് ഞാൻ പറയും. അപ്പൊ ഞാൻ കുരുത്തക്കേടാണെന്നാണ് അമ്മ പറയുന്നത്. ചെല്ലിടിച്ചു വേറെ എന്തേലും ചോദിക്കോ? എന്നിട്ട് നാളെ തൊട്ട് അത് ആലോചിച്ച് നടന്നിട്ട് അതിന്റെ പുറകെ പോകും. അതാ ഞാൻ പറഞ്ഞു.